ഹലോ മക്കളെ, അപ്പം +1 ഫിസിക്സ് എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ്? എങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ ഇൻക്ലൂഡിങ് 10 hours ലൈവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ആദ്യം പറയുക. എന്റെ അഭിപ്രായം വളരെ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ദിസ് വാസ് എൻ ഈസി ടു മീഡിയം ലെവൽ പേപ്പർ. മിക്ക ചോദ്യങ്ങളും ഈസി ആയിരുന്നു. ടഫായിട്ടുള്ള ഭയങ്കര ചോദ്യങ്ങളൊന്നും ചോദിച്ച് നമ്മൾ കുഴപ്പിച്ചില്ല. ആകെ കുഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓവർ ഈസി ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തേക്ക് മാത്രം ഒരു ചെറിയൊരു ടഫുള്ള അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചോദ്യങ്ങൾ വന്നല്ലാതെ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പഠിച്ച കുട്ടിയാണെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാമിനറുടെ കാര്യം പറയുകയാണെങ്കിൽ ആ 10 hours സാധനം വൃത്തിക്ക് കണ്ട് പഠിച്ച കുട്ടിയാണെങ്കിൽ ഈസിലി യു വുഡ് ഹാവ് ഓൾറെഡി ഗോട്ടൺ, എഴുതാൻ പറ്റുന്നില്ല, 90% മാർക്ക് എന്നുള്ള കാര്യം പറയാൻ എനിക്ക് ഒരു മടിയില്ല. 90% മാർക്സ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ആ രീതിയിലാണ് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പ്രോമിസ് കീപ്പ് ചെയ്തു. പരീക്ഷ ഒരു പ്രത്യേക ലെവലിൽ വന്നാൽ വിച്ച് CCT മീഡിയം വന്നാൽ 90%, 95% ഒക്കെ നമ്മുടെ 10 hours മാത്രം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഇത് ഞാൻ വെറുതെ അടിച്ചുവിടുകയല്ല, വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ നെക്സ്റ്റ് ഇയറിന്റെ ബാച്ചിന്റെ കാര്യമാണ്. അറിയാലോ എക്സാമിനറിന്റെ പവർ എന്താണെന്ന്. മര്യാദക്ക് നമ്മുടെ കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക. +2 ഇതായിരിക്കും സംഭവിക്കുക. പക്ഷെ +2 നിങ്ങൾ അവസാനത്തേക്ക് വെക്കരുത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ ഇങ്ങനെ ആയതുകൊണ്ട് 10 hours സാധനം വർക്ക് ചെയ്തു. പക്ഷെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ നേരത്തേക്ക് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, +2 നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ലാബ് വരുന്നുണ്ട്, +1 ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പൊ അവസാനത്തെ സർക്കസ് ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. മര്യാദക്ക് പഠിക്കണമെങ്കിൽ ഈ ഒരു ബുക്കിന്റെ ഓഫറും കൂടി ഉപയോഗിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരേ ബാച്ചിൽ ജോയിൻ ചെയ്തുകൂടാ. വി ആർ സ്റ്റാർട്ടിംഗ് ദ ബാച്ച് റൈറ്റ് ആഫ്റ്റർ യുവർ പബ്ലിക് എക്സാം. ചെറിയൊരു ഗ്യാപ്പ് തരും, എന്നിട്ട് നമ്മൾ നേരെ പരിപാടി തുടങ്ങും. കാരണം അത്രത്തോളം കാര്യങ്ങളാണ് +2 പഠിക്കാനുള്ളത്. പിന്നെ അറിയാലോ, നെക്സ്റ്റ് മാത്സ് എക്സാം ആണ്. ഫിസിക്സ് എക്സാം സാമാന്യം എളുപ്പമായിരുന്നു, അതുകൊണ്ട് മാത്സ് അതേപോലെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഫുൾ ഓൺ പ്രിപ്പറേഷൻ ആയിരിക്കണം. പ്രിപ്പയർ ഫോർ ദി വേസ്റ്റ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ അലൻ സാർ വീഡിയോ ഇടും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നാളെ നിങ്ങൾ ഫുള്ള് കുത്തിയിരുന്ന് എന്ത് ചെയ്യുന്നു? നാളെ നിങ്ങൾ ഫുൾ 10 hours കുത്തിയിരുന്ന് കാണുന്നു. ഇന്ന് വൈകുന്നേരം സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, ആ ലൈവിൽ വരിക. നാളെ ഫുൾ 10 hours മാത്സിന് ലൈവ് കുത്തിയിരുന്ന് കാണുന്നു. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 10 hours എഫക്റ്റീവ്നെസ് മനസ്സിലായല്ലോ. ഒറ്റ ലൈവ് മാത്സിനുള്ളൂ, അത് നിങ്ങൾ കാണുക. പിന്നെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. ഫിസിക്സിൽ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയില്ല. അതിന്റെ കാരണം ടോപ്പ് ലെവൽ പൊട്ടായതുകൊണ്ടല്ല, പരീക്ഷ ഈസി ആയി വന്നുകൊണ്ടാണ്. പക്ഷെ മാത്സും അങ്ങനെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. മാത്സ് ടഫായി വന്നാൽ ദിസ് ലൈവ് വിൽ ബി ക്രൂഷ്യൽ. അത് നിങ്ങൾ അടുത്ത ദിവസം വന്നിരുന്ന് കാണാൻ. രാവിലെ തന്നെ ആയിരിക്കും, സോ ഉച്ചയൊക്കെ ആകുമ്പോൾ തീരും. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ നിങ്ങൾ വരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ചോദ്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ഫിസിക്സിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ചെയ്ത പല ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ ലൈവ് മാത്രം പറഞ്ഞപ്പോൾ തെറ്റിപ്പോട്ടോ, കണ്ട ഒരു കുട്ടിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈസി ആയിട്ട് ഒരു 80-85 ഇന്നലത്തെ ലൈവിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? കൂടുതലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കീയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ദ വാല്യൂ ഓഫ് G എന്താണോ? G is 0. നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 10 hours എല്ലാം 10 hours സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിക്കുന്നത്. അൺലസ് ഞാൻ പറയും വേറെ ഏതെങ്കിലും ലൈവിന്റെ മസ്റ്റ് ഡു ക്വസ്റ്റൻസിന്റെ കഴിഞ്ഞ ദിവസം എടുത്ത ലൈവിന്റെയോ അല്ലെങ്കിൽ 35 ഷുവർ ക്വസ്റ്റൻ ലൈവിന്റെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടോ, അല്ല എല്ലാം 10 hours മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ 10 hours മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്തോ പണ്ടത്തെ ക്വസ്റ്റിന്റെ ലൈവ് ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ എടുത്ത് 10 hours മാത്രം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ 10 hours പറഞ്ഞു പോയതാണ്. ഓക്കെ, ഫോഴ്സ് Y ആക്സിൽ, മറ്റേ X ആക്സിൽ എന്തായിരിക്കും ആൻസർ? ഇമ്പൾസ് ആയിരിക്കും ആൻസർ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആണെന്നും ഫോഴ്സ് ടൈമിന്റെ ഏരിയ ഇമ്പൾസ് അഥവാ ചേഞ്ച് ഇൻ മൊമെന്റ് ആണെന്നൊക്കെ 10 hours പറഞ്ഞു പോയതാണ്. വെറുതെ കണ്ടിരുന്ന കുട്ടിക്ക് ടിക്ക് അടിച്ച് ആൻസർ കിട്ടിയേനെ. സിമ്പിൾ പെൻഡുലം whose time period of oscillation is 2 seconds 10 hours നമ്മൾ പറഞ്ഞില്ല. പക്ഷെ 35 ഷുവർ ക്വസ്റ്റ്യന്റെ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡെറിവേഷൻ ചെയ്തിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ് 2 seconds എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ എഴുതി വെക്കണം സെക്കൻഡ്സ് പെൻഡുലം എന്നുള്ള കാര്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി ക്ലാസ്. നെക്സ്റ്റ്, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ് കറക്റ്റ്. ഇതാ 10 hours സാധനമാണ്. ഡെറിവേഷൻ അടക്കം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെറിവേഷൻ വന്നില്ല, പക്ഷെ എന്താ കുഴപ്പമില്ല, മാർക്ക് കിട്ടിയില്ലേ. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ, സെന്റർ ഓഫ് മാസ് ഡസ് നോട്ട് ലൈ ബാങ്കിൾ എന്നാണ്. ഇത് നമ്മൾ മസ്റ്റ് ടു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്. ഒന്നുമില്ല, ഡസ് ഇറ്റ് ഹാവ് ടു ബി ഓൾവേസ് ഓൺ ദ ബോഡി. എന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സർക്കുലർ റിംഗിന്റെ സെന്റർ ഓഫ് മാസ് ബോഡിയിലല്ല ഉള്ളത്. സർക്കുലർ റിംഗ് എന്താണോ? ഇതിൽ ബാങ്കിൾ മാത്രമല്ലേ റിംഗ് ഉള്ളൂ, ബാക്കിയെല്ലാം റിംഗ് ആണോ? അപ്പൊ ആ ലൈവ് വെറുതെ വന്നിരുന്ന് കുട്ടി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടേണ്ടതാണ്, വേറെ കാര്യം. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഡയറക്റ്റ് ക്ലാസ് എന്നാണ്. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്. കറക്റ്റ് ആണ്, സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക്. നമ്മൾ ചെയ്താണ് സർ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ദാൻ സ്റ്റീൽ. ഇവിടെ നേരെ തിരിച്ചാവുന്നത്, റബ്ബർ ആണ് കൂടുതൽ വന്നപ്പോൾ നമ്മൾ ഫോൾസ് ഇട്ടു, ഇവിടെ സ്റ്റീൽ ആണെന്ന് കൂടുതൽ വന്നപ്പോൾ നമ്മൾ ട്രൂ ഇട്ടു. മനസ്സിലായില്ലേ? ചോദ്യം മാറ്റിയെന്നുള്ളൂ, അങ്ങോട്ട് ഓർഡർ മാറ്റിയെന്നുള്ളൂ.
ഇതൊക്കെ വെറും കോമഡി ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ന്യൂമറിക്കൽ അടക്കം ചെയ്താൽ ഭാഗ്യത്തിനല്ല എന്തിനോ അത് വന്നിട്ടില്ല. പിന്നെ ഫോർമുല വന്നിട്ടുള്ളൂ. ഇത് എഫിന് പകരം ലാംഡ, എഫ് ഇവിടെ വെച്ച് ലാംഡ ഇവിടെ കൊണ്ടുപോയാൽ യു വിൽ ഗെറ്റ് ദിസ് ഫോർമുല, എഫ് ഇസ് വി ബൈ ലാംഡ. കറക്റ്റ് ടിക്ക് അടിക്കുക. വെറും കോമഡി ചോദ്യമല്ലേ, പഠിച്ചു വേറെ കോമഡിയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എഴുതിയൊക്കെ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. നെയിം ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇതൊക്കെ 10 hours നമ്മൾ ചെയ്താണ്. 4 ഫാക്ടേഴ്സ് ഉണ്ട്. 2 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഏതെങ്കിലും 2 എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എസ് എസ് ഈക്വൽ ടു യൂട്യൂബ് പ്ലസ് ആർ വി സ്ക്വയർ ഒക്കെ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. ഇത് 10 hours എടുത്തിട്ടുണ്ട്. മറ്റുള്ള ലൈവുകളിലൊക്കെ നമ്മൾ എടുത്താണ്. വെറും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. മീൻ ഫ്രീ പാത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 10 hours ലൈവില്. ഇക്വേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എക്സ്പ്ലെയിൻ ടേംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ n എന്താണെന്ന്, നമ്പർ ഡെൻസിറ്റി ആണ്, d ഡയമീറ്റർ ആണെന്നുള്ള കാര്യം ഒന്ന് എഴുതി വെച്ചാൽ മതി. അത്രേ ഉള്ളൂ, കൂടുതലൊന്നും അതിലൊന്നും ഇല്ല. ഓക്കെ, ഇതിൽ ആക്ച്വലി ഒരു തെറ്റുണ്ട് ക്വസ്റ്റനിൽ, പക്ഷെ നിങ്ങൾക്ക് ഇന്നാലും കിട്ടിയിട്ടുണ്ടോ, ബുദ്ധിമുട്ടുണ്ടായിണ്ടാവില്ല. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ, ഫോഴ്സ് പെർ ലെങ്ത്, അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് എഴുതുക. പ്രഷർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. കാപ്പിലറി റേസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് വരിക. അപ്പോൾ ഹൈറ്റ് എവിടെയാണ്, മീറ്ററിലാണ് വരിക, മീറ്ററിലേക്ക് ഇടുക. സർഫസ് എനർജി ബാക്കി വരിക ജൂൾ പെർ മീറ്റർ സ്ക്വയറിലേക്കാണ്. പക്ഷെ ആക്ച്വലി സർഫസ് എനർജി ജൂൾ പെർ മീറ്റർ സ്ക്വയറിലേക്കല്ല വരേണ്ടത്, കാരണം ജൂൾ ആണല്ലോ വരേണ്ടത്. എക്സസ് എനർജിയാണ് സർഫസ് എനർജി, ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. പക്ഷെ ഇവർ ഉദ്ദേശിച്ചത് ഇവിടെ സർഫസ് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ അവർക്ക് ഒന്നെങ്കിൽ അവർ തെറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അവർക്ക് മാറിപ്പോയതാണ്. എനിവേ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം നിങ്ങൾക്ക് എന്തായാലും അവസാനം വരുന്നത് ഇതായിരിക്കും ഉണ്ടാവുക. സോ ആ സർഫസ് എനർജി ജൂൾ പെർ മീറ്റർ സ്ക്വയറിലേക്ക് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും, ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ. തെറ്റിയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. വാട്ട് ഈസ് ഹീറ്റ് എഞ്ചിൻ, ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഹീറ്റ് എഞ്ചിൻ ഷോയിങ് കോമ്പൗണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. വാട്ട് ഈസ് ഹീറ്റ് എഞ്ചിൻ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ 10 hours നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതിന് മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതിയോ, എഞ്ചിൻ വിച്ച് കൺവേർട്സ് ഹീറ്റ് ടു വർക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മാർക്സ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ടഫ് ചോദ്യങ്ങൾ ചോദിച്ചാലല്ല നിങ്ങൾ ബുദ്ധിമുട്ടിച്ചത്. ഇതുപോലെ കോമഡി ചോദ്യങ്ങളില്ലേ, എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞുകുട്ടികളോട് ചോദിക്കുന്ന പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കുറച്ച് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ജനറലി എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ മെയിൻ ഭാഗം, ഇതല്ലേ മെയിൻ സാധനം, ഇതല്ലേ മെയിൻ ആൻസർ, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റേതിന് കിട്ടും. മറ്റേത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതിന് കറക്റ്റ് ഡെഫിനിഷൻ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിക്ക സ്ഥലങ്ങളും കൊടുക്കാറില്ല കേട്ടോ. വാട്ട് ഈസ് എസ്കേപ്പ് സ്പീഡ് ഇത് എഴുതി വെക്കുക. ഒബ്റ്റെയിൻ റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് സ്പീഡ് ഓർബിറ്റൽ വെലോസിറ്റി √2 അല്ലെ 1:√2 √2 വോട്ടെവർ എന്ന ഓർഡറിലാണ് നിങ്ങൾ എടുക്കുന്നത്. നമ്മൾ വെറുതെ 10 hour കണ്ട കുട്ടിക്ക് വെറുതെ കിട്ടിയിട്ടുണ്ടാവും. ഡിഫൈൻ പവർ കിട്ടി. കൺവേർട്ട് 1 kilowatt into joule. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ബൈഹാർട്ടൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വെക്കുന്നതാണ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് ചെറിയ ക്ലാസ്സിൽ പറയുന്നതാണ്. +1 സിലബസിലുള്ള സാധനമല്ല. സിലബസ് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പഠിക്കുന്നൊരു സാധനമല്ല. എങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ബാച്ചിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കിലോവാട്ട് എന്ന് പറഞ്ഞാൽ 1000 ആണെന്നും അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര പേർ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ആൻസർ വരും. ഇതിൽ ഏതിലൊന്ന് എഴുതി വെച്ചാൽ യു ഗെറ്റ് ദി ആൻസർ. യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പഠിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. ഒബ്വിയസ്ലി ഞാൻ ക്ലാസ് ഒന്നും എടുത്തില്ല. അപ്പം 1 മാർക്ക് ചിലപ്പോൾ നിങ്ങൾ 10 hours മാത്രം കണ്ടിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഒന്ന് എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയോ, യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് യൂസ് ടു മെഷർ ദാറ്റ് ക്വാണ്ടിറ്റി എന്നോ, യൂണിറ്റ് ഇസ് എന്താണ് തിങ് വിച്ച് ഇസ് യൂസ് ടു മെഷർ ക്വാണ്ടിറ്റി എന്നോ, അങ്ങനെ എന്ത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം അതിനൊരു പ്രത്യേക ഇതേ ഉള്ളൂ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അപ്പോൾ അത് കിട്ടും നിങ്ങൾക്ക് മാർക്ക്. ഇതുപോലത്തെ ചോദ്യമൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. ഡിസ്പ്ലേസ്മെന്റ് ഇതുകളാണെങ്കിൽ എന്റെ ബിന്റെ ഡയമെൻഷൻ എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. അപ്പോൾ ഡയമെൻഷൻ മെത്തേഡ് ഉപയോഗിക്കുക, എന്നിട്ട് യൂണിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. CT² ഡയമെൻഷനും എക്സിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. സോ എക്സിന്റെ ഡയമെൻഷൻ ലെങ്ത് ആയതുകൊണ്ട് അത് കിട്ടി. C എന്ന് പറഞ്ഞാൽ T² ആണ്. C എന്ന് പറഞ്ഞാൽ LT⁻² ആണ് വരിക. L എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ് യൂണിറ്റ്, T എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നോ MS⁻² എന്നോ എന്ത് എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് ദി മാർക്സ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. വെറും കോമഡി ചോദ്യം. എനിക്കൊന്ന് യൂണിറ്റും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. സ്പീഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ടെന്ന് എൻ്റെ ഓർമ്മ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയും പറയുന്നുണ്ട്. ഇതൊക്കെ കോമഡി. ഡിഫൈൻ മോഡുലസ് വെലോസിറ്റി, സ്ട്രെസ് ബൈ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ എന്ന് എഴുതി വെക്കുക. SI യൂണിറ്റ് എന്താ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഡയമെൻഷനും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞാണ്. വാട്ട് ഈസ് എലാസ്റ്റോമർ അതും ക്ലാസ്സിൽ പറഞ്ഞാണ്. ഗീവ് എക്സാമ്പിളും ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇതിൽ ഏത് 2 എക്സാമ്പിൾ എഴുതി വെക്കുക, യു വിൽ ഗെറ്റ് ദി മാർക്സ്. വെറും കോമഡി ചോദ്യങ്ങളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് ക്ലാസ് എന്നുള്ള ചോദ്യമാണ്. ഈ പിക്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. ആകുള്ളത് ഇത് ഇവർ എടുത്തിട്ട് ഇതും മാത്രം തന്നു. സോ നമുക്കറിയാം റേഷ്യോ 1:3:5 ആണ്. അപ്പോൾ ഇതിന്റെ 2 മാത്രം എന്താണ്, ഇത് 1 ഇത് 3 ഇത് 5 ആണെങ്കിൽ ഇത് 2 മാത്രം എന്നുള്ളെങ്കിൽ 3:5 ആണെന്ന് പ്രൂവ് ചെയ്യുക. സാർ അത് മാത്രമായിട്ട് പ്രൂവ് ചെയ്യണോ, ഫുള്ള് പ്രൂവ് ചെയ്ത കുഴപ്പമുണ്ടോ? നമ്മൾ പഠിച്ച പോലെ ഫുൾ പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. 1:3:5 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ആ ഡെറിവേഷൻ അതേപോലെ എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. അല്ലെങ്കിൽ ഇതിന്റെ മാത്രം ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ക്ലാസ് കണ്ട കുട്ടിക്ക് എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഞാൻ 10 hours പഠിപ്പിച്ചിട്ടില്ല.
ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം. അപ്പോൾ അതെന്തിനു മുമ്പ് പഠിച്ചവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. എനർജി എക്സ്ചേഞ്ച് നടക്കും, എനർജി എക്സ്ചേഞ്ച് നടക്കില്ല, അത് എഴുതി വെക്കുക. അപ്പോൾ 1 മാർക്ക് 10 അവർ മാത്രം പഠിച്ചു പോയിട്ട് അവിടെ പോയിട്ടുണ്ടാവും. അത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, അതാ ഫസ്റ്റ് ലോ ഒക്കെ നമ്മൾ പഠിപ്പിച്ചാണ്, അത് എഴുതി വെക്കുക. ഹൗ ഡസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതൊന്നും ഇല്ലടോ, എന്താണ് ഈ എന്തെങ്കിലും എഴുതിച്ചാൽ മതി. ദ ഹീറ്റ് ഗിവൺ ഈസ് യൂസ് ടു ഇൻക്രീസ് ദി ഇന്റേണൽ എനർജി ആൻഡ് ഡു വർക്ക് ദെയർഫോർ എനർജി ഈസ് നോട്ട് ലോസ്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിച്ചാൽ മതി. അതല്ലാതെ വേറെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൻസർ ഒന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും എഴുതിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ഡിഫൈൻ വെക്ടർ ഫോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ആണ് എഴുതി വെക്കേണ്ടത്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ വേണം, അതിന്റെ ഡയറക്ഷൻ ഇസ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്താണ്, നമ്മൾ 10 ഹവേഴ്സിലും ചെയ്താണ് അല്ലെ. ആക്ച്വലി ഞാൻ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ പക്ഷേ ഏത് ലൈവിലാണ്, മസ്റ്റ് ഡു ക്വസ്റ്റ്യൻ ലൈവിലൊക്കെ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പുള്ള ലൈവിലൊക്കെ നമ്മൾ അതിന്റെ ആക്ച്വൽ ന്യൂമറിക്കൽ ചെയ്താണ്. വെറുതെ ഇട്ട് കൊടുത്താൽ മതിയിരുന്നു ആ ഫോർമുലയിൽ. ഈ ഫോർമുലയിൽ തന്നെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എത്രയാ 109 റൂട്ട് ആൻസർ കിട്ടും. ഈ ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നു ബാച്ചിൽ എന്തോ പണ്ട് ചെയ്തെന്ന് തോന്നുന്നു, പഞ്ചൊന്ന ഈ വർഷം തന്നെ പറഞ്ഞു. അപ്പോൾ വെറും കോമഡി ചോദ്യങ്ങളായിരുന്നു ഇതൊക്കെ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺസർവേറ്റീവ് നോൺ കൺസർവേറ്റീവ് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ലൈവിൽ പഠിപ്പിച്ചത് അതൊക്കെ. ഇത് 10 ഹവറിൽ മാത്രമൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ പഠിപ്പിച്ചാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കൺസർവേഷൻ ആംഗുലർ മൊമെന്റ്. കൺസർവേഷൻ ആംഗുലർ മൊമെന്റ് എഴുതി വെക്കുക. എന്താ അതിന് പ്രൂഫ് ഒന്നുമില്ല. ടോർക്ക് ഇസ് ഈക്വൽ ടു dl/dt അല്ലേ. ആംഗുലർ മൊമെന്റ് കൺസർവേഷൻ എന്താ പറയുന്നത്, ടോർക്ക് 0 ആണെങ്കിൽ dl/dt 0 ആയിരിക്കും. dl/dt 0 ആണെങ്കിൽ dl എന്തായിരിക്കും, dl 0 ആയിരിക്കും. ദാറ്റ് ഈസ് L കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് മാർക്സ്. ഇതിൽ ഒന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ചോദ്യമാണ്. സെയിം സാധനം, 10 ഹവേഴ്സിലുള്ള സെയിം സാധനം. എന്താ സംഭവം, എന്താ ചോദ്യം വായിച്ചില്ലല്ലോ. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്, ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, വളരെ സിമ്പിൾ. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, അപ്പോൾ ഒമേഗ കുറയും. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് കുറയും, ഒമേഗ കൂടും. അത്രേ ഉള്ളൂ. അത് എഴുതി വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സെയിം സാധനം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ അങ്ങനെ കുറച്ച് കോമഡി ആയിരുന്നു. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ നമ്മൾ പൊതുവെ 10 ഹവറിൽ പോലത്തെ റിവിഷൻ ലൈവിൽ പഠിപ്പിക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യം മുതൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ഫ്രം വിച്ച് ട്രാൻസ്ഫർ ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി, അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് മാർക്സ്. ടെമ്പറേച്ചർ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ യു വിൽ ഗെറ്റ് മാർക്സ്. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഇസ് ദി ഫാരൻഹൈറ്റ് സ്കെയിൽ റീഡിംഗ് ഈക്വൽ ടു ഹാഫ് ഓഫ് സെൽഷ്യസ്. ഇത് ജസ്റ്റ് ഈ ഫോർമുല വെച്ചാൽ മതി. നമ്മൾ ക്ലാസ് ഉപയോഗിച്ചിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി എക്സാക്ട് ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സാധനത്തിൽ ഫാരൻഹൈറ്റ് സ്കെയിൽ സെൽഷ്യസിന്റെ പകുതിയല്ലേ. അപ്പോൾ എഫിന് പകരം C/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫിന് പകരം C/2 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ C = -24.6 എന്ന് കിട്ടും. അതിനെ എഫിലേക്ക് വീണ്ടും മാറ്റിയാൽ എനിക്ക് തോന്നുന്നു 12 ഇവിടെ കാണുന്നില്ലല്ലോ, വോട്ടെവർ ആ സാധനം നിങ്ങൾക്ക് കിട്ടും. ഏതിൽ എഴുതി വെച്ചാൽ -12.3 എന്ന് കിട്ടും. ഓക്കെ, ഏത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെൽഷ്യസിൽ എഴുതിയാലും ഫാരൻഹൈറ്റിൽ എഴുതിയാലും ആൻസർ കിട്ടും. പക്ഷേ ആ ഒരു ഫോർമുലയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഫോർമുലെങ്കിലും ഇട്ട് എഴുതി വെച്ച കുട്ടിക്ക് പകുതിയെങ്കിലും മാർക്ക് കിട്ടും. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഹെൻസ് ഡി. ഇത് പഠിപ്പിച്ചിട്ടില്ല ക്ലാസ്സിൽ, ഒരു ക്ലാസ്സും പഠിപ്പിച്ചില്ല. ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു 2 മാർക്കിൽ 1 മാർക്ക് അല്പം പോയിട്ടുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ അത് 1 ന്യൂട്ടൺ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഫോഴ്സിന്റെ ഇക്വേഷൻ ഇത് m/a, അതായത് മാസ് 1 കിലോയും ആക്സലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് വരാണെങ്കിൽ ആ 1 ന്യൂട്ടൺ ആണെന്നുള്ള കാര്യം എഴുതി വെച്ചാൽ മതിയായിരുന്നു നിങ്ങൾ. അത് നിങ്ങൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. എങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. എന്തെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മാർക്സ്. ഇതൊക്കെ ഡയറക്റ്റ് ഫ്രം ക്ലാസ് ആണ്. ആക്സിലറേറ്റിംഗ് ലിഫ്റ്റ്, ഡീസിലറേറ്റിംഗ് ലിഫ്റ്റ്, മുകളിലേക്ക് താഴേക്ക് എല്ലാ ചോദ്യങ്ങളും ക്ലാസ്സിൽ ദിൽഷാമിസ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ഹവേഴ്സ് ലൈവിൽ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ലൈവിൽ എടുത്താണ്. അപ്പോൾ എന്താ വരിക, മുകളിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോർമൽ റിയാക്ഷൻ m/g+a ഉപയോഗിക്കുക. എക്ക് പെർ ആക്സിലറേഷൻ 2g ആണ് തന്നിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. 3mg ആയിരിക്കും ഫൈനൽ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഫെയർലി സിമ്പിൾ ക്വസ്റ്റൻ, ആ ഫോർമുല അറിയുന്നവർക്ക്. ഓക്കെ, ഇതൊക്കെ ക്ലാസ്സിൽ ചോദ്യം ചെയ്താ കേട്ടോ, 10 ഹവേഴ്സിലല്ല, മറ്റേ ലൈവിലെ ചെയ്തെന്നുള്ളൂ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡെഫിനിഷൻ പഠിപ്പിച്ചാണ്. എനർജി പൊസിഷൻ ഗ്രാഫ്, എനർജി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് സെയിം സാധനം വരച്ചു വെക്കുക. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇതൊക്കെ വെറും കോമഡി ചോദ്യമില്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്താണോ, ഈ ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി എത്ര ആയിരിക്കും വരിക, ടൈം പീരീഡ് എത്രയാ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം 1 സെക്കൻഡ് ആണ്. സോ ടൈം പീരീഡ് ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന് എഴുതുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ടൈം പീരീഡ് അല്ലേ, ദാറ്റ് ഈസ് 1/1 = 1 ഹെർട്സ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. കോമഡി. ഇത് വെറും കുഞ്ഞുകുട്ടികളോട് ചോദിക്കുന്ന പോലെ ഉണ്ട്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചാണ് ഡിഫറൻസ്. എടാ ഇതെന്താ ആൻസർ വരിക, ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് 4 കിലോമീറ്റർ, ഡിസ്പ്ലേസ്മെന്റ് തിരിച്ച് വീട്ടിലെത്തിയതുകൊണ്ട് 0. വെറും കുഞ്ഞുകുട്ടികളോട് ചോദിക്കുന്ന പോലെ, വെറും പറ്റിക്കുന്നതല്ല അല്ലേ, കളിപ്പിക്കുന്ന പോലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഫ്രീ ഫോൾ എന്ന് എഴുതി വെച്ചാൽ അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതി വെക്കുക, പല രീതിയിൽ എഴുതി വെക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൊന്നും കൊടുത്തില്ല. ഇതെന്താണ്, ഇത് വെറുതെ നമ്മുടെ ഈ ഇക്വേഷനിൽ G, M, R ഒക്കെ തന്നിൽ ഇട്ട് കൊടുക്കുക. അവസാനം 9.8 കിട്ടും. അത്രേ ഉള്ളൂ. 9.81 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അത് എഴുതി വെക്കുക. ഷോ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരീസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഈ ഡെറിവേഷൻ എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. വേരിയേഷൻ ഓഫ് ജീവിതധൈര്യം എത്ര പ്രാവശ്യം നമ്മൾ ചെയ്ത, 10 ഹവേഴ്സിൽ ചെയ്തു, ഇന്നലത്തെ ലൈവിൽ ചെയ്തു, ഒക്കെ വരുന്ന പറഞ്ഞാണ് വന്നു.
പ്രൊജക്ടൈൽ എന്താണെന്ന് വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചാൽ പിന്നെ ബോഡി സ്റ്റോണറ്റ് ആംഗിൾ എന്നൊക്കെ എഴുതിയൊക്കെ ഡിസ്കോൾ പ്രൊജക്ടൈൽ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കോമഡി സാധനങ്ങളൊക്കെയാണ് ഇതിൽ എനിക്കൊന്ന് ചിലർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക. കംപ്ലീറ്റ് ഫോളോയിങ് ഇതൊക്കെ ആക്ച്വലി നമ്മൾ ക്ലാസ്സിൽ എത്രയോ തവണ പറഞ്ഞതാണ്, ന്യൂമറിക്കൽ ഇതൊക്കെ ചെയ്യുന്നതാണ്. അതായത് ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എല്ലായിടത്തും എന്തായിരിക്കും, എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇവിടെ Vx = u cos θ എന്ന് എഴുതി വെക്കുക. ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല ആക്ച്വലി, എന്നാലും ആരോ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. എല്ലായിടത്തും u cos θ ആയിരിക്കും എഴുതി വെക്കുക, ആരോ വെച്ച് കാണിക്കുക. വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമേ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ആദ്യം ഇത്രയും ഉണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കുറച്ച് കുറവായിരിക്കും. ഇവിടെ എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി Vy = 0 എന്ന് കാണിക്കുക. ഇവിടെ താഴേക്കായിരിക്കും, ഇവിടെ കുറച്ചും കൂടി താഴേക്കായിരിക്കും. അത്രേ ഉള്ളൂ. ഇത് ഇക്വേഷൻ ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല അവർ, അപ്പോൾ പിന്നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതിയോ. ഓക്കെ, ഒപ്റ്റൈൻ ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്നലത്തെ ലൈവിൽ ചെയ്താണ്, 10 hours ചെയ്താണ്. വെറും കോമഡി. ക്യാപിലറി റേസ് ഒക്കെ നമ്മൾ 10 hours ചെയ്താണ്, ഇന്നലത്തെ ലൈവിലും ചെയ്താണ്. എന്താണ് ഈ ഹൈറ്റിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ ഇവിടെ പോയി, ഇത് ക്യാപിലറി റേസ്, ഇത് ഹൈറ്റിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ ഇന്നലത്തെ ലൈവിൽ വരെ ചെയ്താണ്. വെറും കോമഡി. ഇതൊന്നുമില്ലടോ. ഈ നമുക്ക് അവസാനം കിട്ടുന്ന ഫോർമുലയില്ലേ, ഈ ഫോർമുലയിൽ വെറുതെ എല്ലാം പിടിച്ചിട്ടാൽ മതിയായിരുന്നു. ഈ ഫോർമുല ഓർത്ത് വെക്കുന്നവർക്ക് എന്തായാലും ഡെറിവേഷൻ ചെയ്തപ്പോൾ ഫോർമുല കിട്ടിയിട്ടുണ്ടാവും ഈ സാധനം, അതിൽ വെറുതെ ഇട്ട് കൊടുത്താൽ എന്താണ് θ = 140 ഡിഗ്രി, പിന്നെന്താ എസ് തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. വെറുതെ ഇട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അപ്പൊ ആൻസർ എത്ര അവസാനം വരിക, നെഗറ്റീവ് ആണ് വരിക, കാരണം ഡിപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക. -2.62 × 10⁻³ അഥവാ -2.62 മില്ലിമീറ്റർ എന്നാണ് വരിക. ഫെയർലി ഈസി ക്വസ്റ്റൻ ആയിരുന്നു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഹുക്സ് ലോ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ഇവിടെ ഒരു ചോദ്യം പ്രശ്നം വന്നത്, ഹുക്സ് ലോ കഴിഞ്ഞാൽ ജനറലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുക സ്ട്രിങ്ങിന്റെ ഡെറിവേഷൻ ചെയ്യാനാണ്. കാരണം ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നാണ് ഈ ക്വസ്റ്റൻ എങ്കിൽ സ്ട്രിങ്ങിന്റെ ആണ് വരുന്നത്. പക്ഷെ എന്തോ എനിക്കറിയില്ല, ഇവർക്ക് എഴുതിയപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നാൽ അറിയില്ല, സ്പ്രിംഗ് ആണ് ചോദിച്ചത്. രണ്ടും നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ 10 hours രണ്ടും പഠിച്ചിട്ടുണ്ട്. സ്ട്രിങ്ങിനെയും പഠിച്ചിട്ടുണ്ട്, സ്പ്രിങ്ങിനെയും പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെ സ്പ്രിങ്ങിനെയും പഠിച്ചിട്ടുണ്ട്. ചോദിച്ചത് സ്പ്രിംഗ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി സ്പ്രിങ്ങിന്റെ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആയതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് മിക്കവാറും സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ് പൊതുവെ ചോദിക്കാറ്. കണ്ടോ, സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആ ചോദിക്കാറ്. അപ്പം രണ്ടിന് എഴുതിയ മാർക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ സ്കൂളിലെ ടീച്ചറോട് സംസാരിക്കുക, ഇങ്ങനെ ഒരു പ്രശ്നം പേപ്പറിലുണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും മാർക്ക് കിട്ടേണ്ടതാണ്. നിങ്ങൾ അറിയാണ്ട് ഒരു സ്ട്രിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് മാർക്ക്. പക്ഷേ കൊടുത്തിരിക്കുന്ന സ്പ്രിംഗ് ആണ്, അത് വേറെ കാര്യം. ഓക്കെ, എടാ ഇത് മാത്രമേ ഉള്ളൂ പരീക്ഷയിൽ എന്തെങ്കിലും ടഫായിട്ട് അല്ലെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വന്നാൽ ഉണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? എടാ വർക്ക് ഡൺ സ്പ്രിംഗ് നമ്മൾ ഡിറൈവ് ചെയ്യില്ലേ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് ½ അത് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. ½ ഉപയോഗിക്കുക. F = kx ആണ് സ്പ്രിംഗ് ഫോഴ്സ്. അത് ഹുക്സ് ലോ പ്രകാരം അത് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ kക്ക് വരെ F/x ഇട്ട് കൊടുക്കുക. അപ്പൊ F/x k/x ഇട്ട് കൊടുത്താൽ ½ Fx എന്നാണ് വർക്ക് വരിക. F എന്ന് പറഞ്ഞാൽ എന്താണോ m/g ആണ്. ആ സാധനത്തിന്റെ വെയിറ്റ്, ഒരു 5 കിലോന്റെ സാധനം പറയുന്നില്ലേ, 5 കിലോന്റെ സാധനം പറയുന്നില്ല, അതിന്റെ വെയിറ്റ് ആണ് വരിക. ദാറ്റ് ഇസ് mg ഇട്ട് കൊടുക്കുക. എക്സ് ആ ഒരു ചെറിയ ഇൻക്രീസ് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതല്ലാതെ യങ്സ് മോഡൽസ് ഒന്നും ഇവിടെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, കാരണം തന്നിട്ടില്ല. അപ്പൊ ഇത് മാത്രം ഒരു കുറച്ചൊരു പുതിയ ടൈപ്പ് ചോദ്യം പോലെ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ഫോർമുല അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഓണസ്റ്റ്ലി ഞാൻ കാര്യം പറയുകയാണെങ്കിൽ 10 hour മാത്രം കണ്ട കുട്ടിക്ക്, വേറെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, വേറെ ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ 90% മുകളിൽ കിട്ടാൻ വേണ്ടി എല്ലാ സംഗതികളുണ്ട്. നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ബുദ്ധിപരമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ രീതിയിലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 100 ഫുൾ മാർക്ക് 100% കിട്ടാം എന്നും ഉണ്ട്. പക്ഷെ അത് ഒബ്വിയസ്ലി പ്രാക്ടിക്കലി ചെയ്യലൊന്നും എത്രത്തോളം പോസിബിൾ ആണ് നിങ്ങൾക്കറിയാം, ഈസി അല്ല എന്നറിയാം. പക്ഷെ എന്തായാലും ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. ഞാൻ പണിയെടുത്തതിന് എനിക്കും ഗുണം ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് സന്തോഷമായതാണല്ലോ എനിക്ക് ഗുണം, നിങ്ങൾക്കും അതിന്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഒരു കുട്ടി പോലും ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അഡ്വൈസ് ഫോളോ ചെയ്ത ഒരു കുട്ടിക്ക് പോലും ഡിസപ്പോയിന്റഡ് ആവേണ്ട ഒരു ഭാഗ്യവും ഇല്ല എന്നുള്ള ഓണസ്റ്റ് ബിലീഫ് എനിക്കുണ്ട്. പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ, മാത്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മാത്സ് ആവുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് 10 hour മാത്രം കണ്ടിട്ടും പോയത് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻ ലൈവും കൂടി കാണാം. +2ന്റെ കാര്യം ഞാൻ വാർണിംഗ് നേരത്തെ തന്നിട്ടുണ്ട്. ഇതേപോലെ +2 ഭയങ്കര ഈസി ആയി വരുമെന്ന് വിചാരിക്കരുത്. അവിടെയും 10 hour ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇതുപോലെ വന്നാൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസി, അല്ലെങ്കിൽ നേരത്തെ പഠിക്കണം. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇനി അങ്ങോട്ട് എന്തായാലും ഭയങ്കര ഈസി ഒന്നും പരീക്ഷ ആക്കാനൊന്നും ചാൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിച്ചുകൂടാ. എക്സാമിനറിന് കൂടെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഉയരെ ബാച്ചിലെ അഡ്മിഷൻ ആ ഒരു ഓഫർ 26th 25th വരെ ഓഫറില്ലേ, അതും കൂടി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ഒക്കെ ചെയ്തിട്ട് പഠിക്കാൻ റെഡി ആയിക്കോളൂ. തകർത്ത് പഠിക്കാളോ. ഓക്കെ, അപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. നമുക്കിനി +2 കാണാം. ഇറ്റ്സ് ബീൻ എ ഗുഡ് ഇയർ. അടിപൊളിയായിട്ട് ഞാനും എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. നമുക്ക് കാണാൻ ഇനി.